ആയുർവേദം നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടണം, അതുമായിട്ട് കൺവിൻസ്ഡ് ആയിരിക്കണം. കാരണം മറ്റ് ചികിത്സാ ശാഖകളിൽ പറയുന്ന സംഗതികളുമായിട്ട് ആയുർവേദം പലപ്പോഴും വിരുദ്ധാഭിപ്രായമാണ്. ഇനി കാലഘട്ടം പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ആയുർവേദം ഉത്ഭവിച്ചിട്ടുള്ളത് 5000-ൽ പരം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അതുപോലെ ആധുനിക ശാസ്ത്രമാണെങ്കിൽ വളരെ പുരോഗമനപരമായ ചിന്താഗതികളും ഒരുപാട് ആധുനിക കണ്ടുപിടുത്തങ്ങളും ഒരുപാട് റിസർച്ചുകളും ഫൈൻഡിങ്സും അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആധുനിക ശാസ്ത്രം. അപ്പോൾ ഈ ആയുർവേദവും ആധുനിക ചിന്താഗതിയും തമ്മിൽ വളരെയധികം വ്യത്യസ്തമാണ്, പലപ്പോഴും ഘടകവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹൃദയത്തിൽ തട്ടി അതിനെ അനുസരിക്കാനും അതുപോലെ തന്നെ അത് നിത്യജീവിതത്തിൽ പകർത്താനും ബുദ്ധിമുട്ടായിരിക്കും. അത് സാധ്യമാകുമെങ്കിൽ മാത്രമേ ആയുർവേദം നിങ്ങൾക്ക് വർക്ക് ചെയ്യുള്ളൂ. കാരണം ആയുർവേദം എന്ന് പറയുന്നത് കേവലം ഒരു ചികിത്സ, ഒരു രോഗത്തെ ചികിത്സിക്കുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്, ഒരു ജീവിത ശൈലിയാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളായിട്ടുള്ള അഷ്ടാംഗഹൃദയം പോലുള്ള പുരാതന ഗ്രന്ഥങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ആയുർവേദത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ തന്നെ ദിനചര്യ, ഋതുചര്യ, അതായത് നിത്യേനെ നമ്മൾ നിത്യജീവിതത്തിൽ ശീലിച്ചു പോരേണ്ടതായ ചിട്ടകൾ, അത് കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, ഓരോരോ കാലാവസ്ഥയിലും നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗാവസ്ഥകൾ, അത് തടയുന്നതിന് വേണ്ട ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, ഔഷധ സേവകൾ, ഇതൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു രോഗത്തെ ചികിത്സിക്കാനുള്ളൊരു ശാസ്ത്രമല്ല, നമ്മുടെ ഒരു ജീവിത ശൈലിയാണെന്ന് പറയാം. ആ കൃത്യമായ ചിട്ടയായിട്ട് ജീവിക്കാൻ തയ്യാറാവണം. എന്നിട്ട് അതിൽ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗാവസ്ഥകളെ തടഞ്ഞു നിർത്തുന്നതിനും അത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുന്നതിനും വേണ്ടതായ ചര്യകള്, ചിട്ടകള്, ഭക്ഷണ രീതികളും ജീവിത രീതികളും ഔഷധങ്ങളും ചികിത്സാ രീതികളും ഇതാണ് ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിനചര്യയും ഋതുചര്യയും എല്ലാം പാലിക്കാൻ തയ്യാറുള്ള ഒരാൾക്കാണ് ആയുർവേദം കൊണ്ട് പ്രയോജനം കിട്ടുന്നുള്ളതെന്നർത്ഥം. നിങ്ങളൊരു രോഗത്തെ ചികിത്സിക്കാൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് രോഗികൾ പലരും നമ്മളോട് പിണക്കത്തിലായിരിക്കാം. അതായത് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് അയച്ചു തരുന്നു, അതല്ലെങ്കിൽ മറ്റൊരു ശാസ്ത്രശാഖയിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആ ഒരു ടേം വിളിച്ചു പറഞ്ഞിട്ട് അതിന് ഒരു ആയുർവേദ മരുന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് തീർച്ചയായിട്ടും സാധ്യമില്ല. നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ടാവും, ഇത് നമ്മൾ ഒളിച്ചു വയ്ക്കുന്നതാണ്, മറച്ചു വയ്ക്കുന്നതാണ്, ഫീസ് കിട്ടിയാൽ മാത്രമേ പറഞ്ഞു കൊടുക്കൂ എന്നൊക്കെ വിമർശിക്കുന്നവർ പലരും ഉണ്ട്, എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടല്ല, നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരുപാട് ടെസ്റ്റുകളൊന്നുമില്ല. പ്രധാനമായിട്ടും ചുരുക്കി പറഞ്ഞൊരു ഒറ്റ ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് എന്തുമാത്രം ഇതറിയാം, ആയുർവേദത്തിന് എന്തുമാത്രം അറിയാം, എന്തുമാത്രം അനുസരിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, ആയുർവേദത്തിനെയും അത് ചികിത്സിക്കുന്ന ഡോക്ടറെയും നിങ്ങൾ അറിയണം, ആരാധിക്കണം, ആദരിക്കണം, അനുസരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തുമാത്രം നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഒരു ശരീര സ്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഏത് ദോഷപ്രകൃതിക്കാരനാണ്, വാദപ്രകൃതിക്കാരനാണോ, പിത്തപ്രകൃതിക്കാരനാണോ, കഫപ്രകൃതിക്കാരനാണോ എന്ന് അനലൈസ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ള രോഗാവസ്ഥകൾ എന്തെന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ സംജാതമായിട്ടുള്ളതെന്ന് അറിയണം. അതുവഴി ആ രോഗം സംഭവിക്കുക വഴി ഏതേത് ദോഷങ്ങൾ, ഈ വാദപിത്ത കഫദോഷങ്ങളിൽ ഏതൊക്കെയാണ് അധികരിച്ചിട്ടുള്ളത്, വർദ്ധിച്ചിട്ടുള്ളത്, ഏതേത് ദോഷം കോപിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് എന്നറിയണം. അതിനായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും തല മുതൽ പാദം വരെ നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതിന് ഓരോന്നിനും യെസ് ഓർ നോ മറുപടി കിട്ടിയാൽ മതി. അപ്പോൾ ആ മറുപടികളിലൂടെ നമുക്ക് ഈ ദോഷസ്ഥിതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതേത് ദോഷങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത്, ഏതേത് ധാതുക്കളാണ് ദുഷിച്ചിട്ടുള്ളത്, ഏതേത് മലങ്ങളാണ് ശരിയാവണ്ണം പ്രവർത്തിക്കാതിരിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി ഈ ദോഷധാതു നിരൂപണം നടത്തിയിട്ടാണ് നിങ്ങളുടെ രോഗനിർണയം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് വളരെ ചുരുക്കത്തിൽ മറുപടി പറയാനായിട്ട് ആവശ്യപ്പെടുന്നത്. ആ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങൾ പലരും പല ചികിത്സാ രീതികളും പരീക്ഷിച്ചിട്ടുള്ളവരായിരിക്കാം, പല ടെസ്റ്റുകളും ഒരുപാട് പണച്ചെലവും നടത്തിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് ആയുർവേദ ചികിത്സയ്ക്കായിട്ട് ആവശ്യമുള്ളതല്ല, അനിവാര്യമല്ല. അനിവാര്യമായത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ശരിയാണ്, നിങ്ങൾ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളും കൂടെ നമുക്ക് ഒരു ആഡ് ഓൺ പോലെ അതും കൂടെ പരിശോധിക്കാവുന്നതാണ്, പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അത് വെച്ച് മാത്രം ഒരു രോഗത്തെ ഡയഗ്നോസ് ചെയ്യുന്നതിനോ ചികിത്സ നിശ്ചയിക്കുന്നതിനോ സാധ്യമല്ല. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ദേഹപ്രകൃതി അനലൈസ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ രോഗസ്ഥിതി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ വർദ്ധിക്കാൻ ഇടയാക്കുന്ന തെറ്റായ ഭക്ഷണ രീതികളും ജീവിത രീതികളും നിങ്ങൾ അനുവർത്തിച്ച് പോരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കണം. ഒപ്പം തന്നെ നിങ്ങളത് പാലിക്കാനും തയ്യാറാവണം. അതിനുള്ളൊരു മനസ്സുണ്ടോ എന്ന് അറിയണമല്ലോ, എങ്കിൽ മാത്രമേ ആയുർവേദം നിങ്ങൾക്ക് ഫലിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ചോദ്യോത്തരങ്ങൾ. ഇതിന് കൃത്യമായിട്ട് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ദോഷസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും നിർദ്ദേശിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കാം, പുറമേക്ക് വേണ്ടതായ ചികിത്സാ രീതികൾ നിശ്ചയിക്കാം. ഈ രീതിയിലാണ് ആയുർവേദം
ചികിത്സിക്കുന്നതും ചികിത്സിക്കേണ്ടതും. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. കാരണം ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് അയച്ചു തരുന്നു. ഡോക്ടറെ അതിനൊരു മരുന്ന് ഇങ്ങോട്ട് അയച്ചു തരാമോ, അതിനെന്ത് മരുന്നാണ് ഞാൻ കഴിക്കേണ്ടത്, ഈ രീതിയിൽ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്, അതും കൂടെ വ്യക്തമാക്കാം. കാരണം പലപ്പോഴും ഒരു പൊടിക്കൈ എന്നുള്ള നിലയ്ക്ക്, അതായത് ഒരു രോഗം സംജാതമാകുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരത്തിൽ കാണിച്ചു തരുന്നതായ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് താൽക്കാലിക ഉപയോഗത്തിന് വീടുകളിലുള്ള ചുക്കോ കുരുമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒക്കെ ഉപയോഗിച്ചൊരു താൽക്കാലിക ഔഷധ പ്രയോഗം ഞാനും നിർദ്ദേശിക്കാറുണ്ട്. ഇതൊരു താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ഗുരുതരമായ രോഗാവസ്ഥയിൽ ഇത് ഫലവത്താകില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിനൊരു പരിഹാരം, ഒരു ഒറ്റമൂലി പറഞ്ഞു തരും എന്ന് ധരിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രോഗ തീവ്രത മനസ്സിലാക്കുന്നില്ല, രോഗത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നില്ല. അത്തരം ഒരു ഗുരുതരമായ അവസ്ഥയിൽ ഇത്തരം ഒറ്റമൂലികൾ വർക്കില്ല. നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ഒരു തീവ്രമായ ഗുരുതരമായ രോഗാവസ്ഥയിൽ നിങ്ങൾ ഈ ഒറ്റമൂലികളുടെ പുറകെ പോകാതെ എത്രയും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ദേഹസ്ഥിതിയും രോഗസ്ഥിതിയും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടതായ ഒരു ഭക്ഷണ രീതിയും ജീവിത രീതിയും ചിട്ടപ്പെടുത്തുക, ഔഷധങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. അതാണ് വേണ്ടത്. ഈ ഒറ്റമൂലി പ്രയോഗത്തിന്റെ ഒരു അപര്യാപ്തത നിങ്ങൾ ഇതുകൊണ്ടൊരു താൽക്കാലിക ആശ്വാസത്തിന്, കാരണം നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് സമയക്കുറവുകൊണ്ടായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നതിനോ പണച്ചെലവ് ആലോചിച്ചിട്ടായിരിക്കാം. പക്ഷേ ഈ ഒറ്റമൂലിക നിങ്ങളെ അപകടത്തിലാക്കാൻ ഇടയാക്കും. ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇരിട്ടി വെളുപ്പിക്കുന്നവരെയൊക്കെ പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ശരിയാണ്, ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടതായ ജീവിതചര്യകളും ഭക്ഷണ രീതികളൊക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. കാരണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗാതുരരാക്കാതെ, രോഗം നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. പക്ഷെ അത് രോഗാവസ്ഥയിൽ അത് സാധ്യമാകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സേവ്യർ. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.